നമസ്കാരം. കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ബി.ജെ.പിയെ രാഷ്ട്രീയമായി നേരിടാനുള്ള കോൺഗ്രസിന്റെ കഴിവ് ചോർന്നു പോകുന്നതാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പാർട്ടി എം.എൽ.എമാരും നേതാക്കളും ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുക്കുന്നത്. ബി.ജെ.പിയുടെ പ്രലോഭനങ്ങളിൽ കോൺഗ്രസ് വീണുപോകുകയാണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ ബി.ജെ.പി വിരുദ്ധതയ്ക്ക് എന്തു പ്രസക്തി എന്ന ചോദ്യം ഉയരുന്നത്. 6 കോൺഗ്രസ് എം.എൽ.എമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അട്ടിമറി വിജയം നേടിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായി. സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിനെതിരായി വൈകാതെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ പ്രതികരിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സാഹചര്യത്തിൽ സുഖ്വീന്ദർ സിംഗ് സുഖു രാജിവെക്കണമെന്ന് ഠാക്കൂർ പറഞ്ഞു. സംസ്ഥാനത്തെ ഒഴിവ് വന്ന ഏക രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസിന്റെ മനു അഭിഷേക് സിംഗ്വിയും ബി.ജെ.പിയുടെ ഹർഷദ് മഹാജനുമാണ് മത്സരിച്ചത്. 66 അംഗ നിയമസഭയിൽ കോൺഗ്രസ് 40, ബി.ജെ.പി 25, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില. 6 കോൺഗ്രസ് എം.എൽ.എമാരും സുഖു സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്ര എം.എൽ.എമാരും ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെ സിംഗ്വിക്കും മഹാജനും 34 വോട്ട് വീതമെന്ന നിലയിലായി. നറുക്കെടുപ്പിൽ മഹാജൻ ജയിച്ചു. കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ 6 കോൺഗ്രസ് എം.എൽ.എമാരെയും ഹരിയാന പോലീസിന്റെയും CRPFന്റെയും വാഹനങ്ങളിലായി ഹിമാചലിന് പുറത്തേക്ക് കടത്തി. ഫലം പുറത്തു വന്ന ശേഷമാണ് ഇവർ മടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഹിമാചലിൽ ഭരണം നഷ്ടമായാൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി ജയിച്ച മഹാജൻ കോൺഗ്രസ് മുൻ വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിജയമാണിതെന്ന് മഹാജൻ പ്രതികരിച്ചു കഴിഞ്ഞു. 40 എം.എൽ.എമാരുമായി വിജയം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും അട്ടിമറി സംശയിച്ചിരുന്നില്ല. 25 എം.എൽ.എമാർ മാത്രമുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥിയെ നിർത്തിയ ഘട്ടത്തിലും അട്ടിമറി നീക്കങ്ങൾ കോൺഗ്രസിന് തിരിച്ചറിയാൻ ആയില്ല. വോട്ടെടുപ്പ് ദിവസം മാത്രമാണ് വോട്ട് ചോർച്ച കോൺഗ്രസ് ഭയന്നത്. തിരക്കിട്ട് വിപ്പ് നൽകിയെങ്കിലും ചോർച്ച കോൺഗ്രസിന് തടയാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF തുടക്കത്തിലെ മുന്നേറ്റം കുറിച്ചു. 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സ്ഥിരതയുമാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് തിളക്കമാർന്ന മുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിണിതപ്രജ്ഞരും പുതുമുഖങ്ങളും പട്ടികയിലുണ്ട്. LDFന്റെ പട്ടിക ഗംഭീരമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുമ്പോൾ അത് സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന്റെ കൂടി പ്രതിഫലനമാണ്. മുന്നണിയുടെ കെട്ടുറപ്പും പാർട്ടികൾ തമ്മിലുള്ള ഐക്യവുമാണ് ഇത് സാധ്യമാക്കിയത്. നിർണായക തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനാധിപത്യവും നാനാത്വത്തിലുള്ള ഏകത്വവും മതനിരപേക്ഷ പാരമ്പര്യവും ഫെഡറൽ സംവിധാനവും നിലനിൽക്കണമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉയരുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് അടിയറ വെച്ച് സാധാരണ മനുഷ്യന്റെ ജീവിതം ചവിട്ടി അരയ്ക്കുന്നതിൽ ആനന്ദം കാണുന്ന ഭരണം അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പുമായി ഇതിനെ കാണേണ്ടതാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മാത്രം ബലത്തിൽ ഭരണം നടത്തുന്ന ബി.ജെ.പി ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ എതിർക്കേണ്ട പ്രധാന പ്രതിപക്ഷമായ കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ ബി.ജെ.പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കും കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയത്തിനും അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. എത്ര ഉന്നതനായ നേതാവിനും ഏതു നിമിഷവും ബി.ജെ.പി രൂപം പ്രാപിക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. KPCC പ്രസിഡന്റ് ആയാലും പ്രവർത്തക സമിതി അംഗമായാലും ബി.ജെ.പി ആകുന്നതിന് ഒരു മനസാക്ഷി കുത്തുമില്ലെന്നതാണ് സമീപകാല സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസുകാരും ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നതിന് ഉറപ്പുമില്ല. ഇടതുപക്ഷ MP-മാരെയും MLA-മാരെയുമാണ് ബി.ജെ.പിക്ക് ചാക്കിൽ കയറ്റാൻ പറ്റാതുള്ളൂ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്ന് അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് എടുത്തിട്ടും തർക്കം തീരാതെ ഉഴലുന്ന മുന്നണിയാണ് UDF. ഐക്യത്തോടെ ജാഥ പോലും നയിക്കാൻ കഴിയാത്തവർ, പരസ്യമായി തെറിവിളിക്കുന്നവർ,
ഇത്തരക്കാരെ ജയിപ്പിച്ചതുകൊണ്ട് നാടിന് എന്ത് പ്രയോജനമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ജനവിരുദ്ധരായ UDF-നെയും BJP-യെയും മൂലക്കിരുത്താനുള്ള അവസരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നു. പൗരത്വ നിയമമായാലും ഏക സിവിൽ കോഡായാലും കർഷക തൊഴിലാളി വിരുദ്ധ ബില്ലായാലും പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്നതായാലും എതിർശബ്ദം ഉയർത്താൻ പ്രധാനമായും ഇടതുപക്ഷ MP-മാരാണുള്ളത്. പാർലമെന്റിൽ സംസ്ഥാനത്തിന്റെ ആവശ്യം ഉയർന്നു കേൾക്കുവാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയ 4 സീറ്റുകളിൽ തിരുവനന്തപുരത്ത് നിന്നും പന്ന്യൻ രവീന്ദ്രനും, മാവേലിക്കരയിൽ നിന്നും CA അരുൺകുമാറും, തൃശൂരിൽ നിന്ന് VS സുനിൽകുമാറും, വയനാട്ടിൽ നിന്ന് ആനി രാജയുമാണ് മത്സരിക്കുന്നത്. BJP-യുടെ എല്ലാ ജനവിരുദ്ധതയ്ക്കും താങ്ങും തണലുമായി കേരളത്തിലെ UDF നിലകൊള്ളുകയാണ്. BJP-ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ നട്ടലുള്ള ഒരാളും UDF-ലില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ഒരക്ഷരം പോലും മിണ്ടാത്തവരാണ് ഇപ്പോഴുള്ള 18 UDF MP-മാർ. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.